ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഡിസംബർ 1 ഈ മാസം കൂടി കഴിഞ്ഞാൽ 2024 അവസാനിക്കുകയാണ്. പെട്ടെന്ന് പോയിട്ടോ ഈ ഒരു മാസം. 2024 കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നായിരുന്നു പോയത്. ഒരുപാട് നല്ല കാര്യങ്ങളും പൊട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ പോട്ടെ. പിന്നെ എന്താ, കഴിഞ്ഞ ആഴ്ച അങ്ങനെ സിനിമകളൊന്നും കണ്ടില്ല കേട്ടോ. അത്യാവശ്യം തിരക്കായിരുന്നു. വേറെ എന്തായാലും വലിച്ചു കിട്ടുന്നില്ല. നേരെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ലാസ്റ്റ് വീക്ക് റിയൽമി GT7 Pro എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന പ്രോസസ്സർ വെച്ച് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്ന ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫർ പ്രൈസ് ആയിട്ട് 56,999 രൂപയ്ക്കാണ് ആമസോണിൽ അത് വിൽക്കുന്നത്. ആക്ച്വൽ പ്രൈസ് വരുന്നത് 69,999 രൂപയാണ്. പിന്നെ ഇത് കൂടാതെ അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അതായത് എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് iQ13 വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് 60,000 രൂപയുടെ ഒരു ഫോണിൽ സെൽഫിയിൽ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് ശരിക്കും അത് മോശമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കാരണം സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന അത്രയും കാപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ അവിടെ ഉള്ളപ്പോൾ സെൽഫിയിൽ ഒരു 4K വീഡിയോ റെക്കോർഡിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി. എന്തായാലും റിയൽമി GT7 Pro ഇപ്പോൾ വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ iQ13 എന്ന് പറയുന്ന ഫോൺ മറ്റന്നാ വരുന്ന ചൊവ്വാഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ചൊവ്വാഴ്ച അതിന്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ iQ13 ഡിസംബർ 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. DJI എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു മിനി വയർലെസ് മൈക്രോഫോൺ വന്നിട്ടുണ്ട്. അതായത് ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഹോളി ലാൻഡ്, ഇതാണ് ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും മിനിമം സൈസ് ആയതുകൊണ്ട്. അപ്പോൾ ഇതേ ഒരു സൈസിൽ അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിനി ടൈപ്പുമായിട്ട് അവർ വരുന്നത്. ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അമേരിക്കയിൽ ആദ്യം വന്നിട്ടുണ്ട്. സോ ഈ ഒരു മാസം തന്നെ ഇന്ത്യയിൽ ആ ഒരു DJI മിനി വയർലെസ് മൈക്കും വരുന്നതായിരിക്കും. അതിൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ, അതായത് അമേരിക്കൻ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ 2 ഓപ്ഷനിലാണ് നമുക്കത് വാങ്ങാനായിട്ട് സാധിക്കുക. ഒന്നുകിൽ ഒരു റിസീവറും ഒരു ട്രാൻസ്മിറ്ററും കൂടിയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് താഴെ റേറ്റ് വരുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫുൾ കിറ്റ് ആയിട്ട് വാങ്ങാം. അങ്ങനെയാണെങ്കിൽ $169 ആണ് കാണിച്ചിരിക്കുന്നത്. സോ ഏകദേശം ഒരു 20,000 രൂപ, ഒരു 18,000 ആ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എന്തായാലും ഇങ്ങനെ നല്ലൊരു മൈക്ക് DJIയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഈ മൈക്ക് എടുത്ത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് DJIയുടെ മൈക്ക് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നതാണ്. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. സോ നിങ്ങൾ നല്ലൊരു മൈക്കിന് വേണ്ടി നോക്കിയിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഹോളി ലാൻഡിന്റെ ഈ ഒരു മൈക്ക് വാങ്ങാനായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ അതുകൂടി വന്ന് ഒന്ന് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിയാൽ മതി. ലാവയുടെ സൈഡിൽ നിന്ന് ലാവ UA4 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വന്നവരും വരുന്നവരും എന്ന് പറയുന്ന ആ ഒരു വീഡിയോ സെഗ്മെന്റ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ആ ഒരു ഫോൺ ആഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോൺ ലാവ UA4 എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 4G ഫോണാണ്. യൂണിസോക്കിന്റെ T606 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. 6,999 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് അത് വരുന്നത്. സോ നിങ്ങളൊരു ഏറ്റവും മിനിമം ഫോൺ നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോണും കൂടി കൺസിഡർ ചെയ്യാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ 1-2 ഫോണുകൾ ഉണ്ട് കേട്ടോ. സാംസങ്ങിന്റെ F05, ഈ ലാവ UA4, പിന്നെ ടെക്നോയുടെ പോപ്പ് 9 എന്ന് പറയുന്ന ഫോണുകളൊക്കെ ഈ ഒരു 6,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. റിയൽമിയുടെ സൈഡിൽ നിന്ന് C75 എന്ന് പറയുന്ന ഫോൺ വിയറ്റ്നാമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലോട്ട് വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. എന്തായാലും ഇതിന്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ ഹീലിയോ G75 Max എന്ന് പറയുന്ന ഒരു 4G പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. 6,000 mAh ബാറ്ററി വരുന്നുണ്ട്. 6.72 ഇഞ്ച് വരുന്ന LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്, അല്ലെങ്കിൽ വിയറ്റ്നാമിലെ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 12,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് ഇന്ത്യൻ പ്രൈസ് വരാനായിട്ട് പോകുന്നത്. റിയൽമിയുടെ സൈഡിൽ നിന്ന് Neo 7 എന്ന് പറയുന്ന ഫോൺ ഈ മാസം 11 ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ ഏതാണ് എന്നുള്ളത് ഇതുവരെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വരെ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും ഇതിൽ 20 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ആൻഡ്രോയിഡ് സ്കോർ ഉണ്ടാകും എന്നുള്ളത് റിയൽമി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. 6,500 mAh ബാറ്ററിക്ക് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ലീക്കായി വന്നിട്ടുണ്ട്. എന്തായാലും ഡിസംബർ 11 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട് ചൈനയിൽ. എന്തായാലും ഇപ്പോൾ ചൈനയിൽ വരുന്ന ഫോണുകളെല്ലാം ഇന്ത്യയിലോട്ടും വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഫോണും ഇന്ത്യയിലോട്ട് വരും എന്ന് വിചാരിക്കാം. ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 35,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും.
സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സർ യൂസ് ചെയ്തുകൊണ്ട് റെഡ്മി A04 എന്ന് പറയുന്ന ഫോൺ, അതായത് ആ ഒരു പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഇറങ്ങുന്ന ഫോണാണ് റെഡ്മി A4 എന്ന് പറയുന്നത്. ആ ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4GB റാം 64GB ഇന്റേണൽ മെമ്മറിക്ക് 8500 രൂപയാണ്. അതേപോലെ 4GB റാം 128GB ഇന്റേണൽ മെമ്മറിക്ക് 9500 രൂപയാണ് പ്രൈസ് വരുന്നത്. അതുകൂടാതെ 500 രൂപയുടെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് ലോഞ്ചിങ് ഓഫർ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു യൂസ്ഡ് റിവ്യൂ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. കുറെ പ്രശ്നങ്ങൾ അതിനുണ്ട്. സോ പർച്ചേസ് ചെയ്യാനായിട്ട് വരട്ടെ, ആ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം വാങ്ങുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ എന്തായാലും അങ്ങനെ ഒരു ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മീഡിയടെക്കിന്റെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ഡിമെൻസിറ്റി 8350 എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സർ വെച്ചുകൊണ്ട് ഫോണൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്തായാലും 8300 എന്ന് പറയുന്ന പ്രോസസ്സർ ഉണ്ടല്ലോ, അതിന്റെ ഒരു ചെറിയ രീതിക്കുള്ള ഒരു അപ്ഡേറ്റഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു 8350 ബിൽഡ് ചെയ്തിരിക്കുന്നത് 4 നാനോമീറ്റർ ആർക്കിടെക്ചർ തന്നെയാണ്. ഏകദേശം 3 GHz മുകളിൽ ക്ലോക്ക് സ്പീഡും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 8300 അതേപോലെ 8350 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 8350 യൂസ് ചെയ്തിരിക്കുന്ന ഗെയിമിംഗ് എഞ്ചിനിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവിടെ സ്റ്റാർ സ്പീഡ് എന്ന് പറയുന്ന അവരുടെ മീഡിയടെക്കിന്റെ പുതിയ ഗെയിമിംഗ് എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നുള്ള വെർഷനിലെല്ലാം ഹൈപ്പർ എഞ്ചിൻ എന്ന് പറയുന്ന ഗെയിമിംഗ് എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു പ്രോസസ്സർ ലാസ്റ്റ് വീക്ക് മീഡിയടെക്കിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. വിവോയുടെ സൈഡിൽ നിന്ന് S സീരീസിൽ S20 ആൻഡ് S20 Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു S സീരീസ് ഫോണുകൾ നമുക്ക് ഇന്ത്യയിലോട്ട് കിട്ടാറില്ല. അതിന് പകരം അതേ ഫോണുകൾ V സീരീസിലോട്ട് മാറ്റിയിട്ടാണ് നമുക്ക് ഇന്ത്യയിലോട്ട് വരാറുള്ളത്. ഇപ്പോൾ ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു S20, S20 Pro സീരീസുകളുടെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ V40 സീരീസ് ഉണ്ടല്ലോ, എക്സാക്ട് സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു S20 സീരീസും വന്നിരിക്കുന്നത്. അതായത് ഈ ഫോണുകളായിരിക്കും നമുക്ക് ഒരു പക്ഷേ വിവോ V50 എന്ന് പറയുന്ന പേരിൽ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഇങ്ങനെ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് റീനെയിം ചെയ്തിട്ട് അല്ലെങ്കിൽ റീബ്രാൻഡ് ചെയ്തിട്ട് അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിലോട്ട് എക്സ്പെക്ട് ചെയ്യാം. സാംസങ്ങിന്റെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഫോൺ സീരീസ് എന്ന് പറഞ്ഞാൽ അവരുടെ A സീരീസ് ആണ്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോണുകളാണ് ഈ A സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ A56 എന്ന് പറയുന്ന ഫോണിന്റെ കുറച്ച് ഡിസൈൻ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. അതിന്റെ ക്യാമറ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഡിസൈനിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ പണ്ടത്തെ ടൈപ്പ് അല്ല, അതിന് പകരം ഒരു സ്റ്റാക്കിന്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിക്കാണ് അത് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്യുന്നത് Exynos 1580 എന്ന് പറയുന്ന സാംസങ്ങിന്റെ സ്വന്തം പ്രോസസർ തന്നെയാണ്. അതുകൂടാതെ 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസ് കൂടിയാണ്. എന്തായാലും ഈ ഒരു ഫോൺ ഡിസംബർ മാസത്തിൽ തന്നെ വേൾഡ് വൈഡ് ലോഞ്ച് ഉണ്ടായിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഇത് വരാനായിട്ട് പോകുന്നത്. HMDയുടെ സൈഡിൽ നിന്നുള്ള ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോണിന്റെ സെയിൽ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല ഓഫറിൽ അത് വരുന്നുണ്ട്. നോർമൽ പ്രൈസ് 17,999 കാണിക്കുന്നുണ്ട്. പിന്നെ 3000 രൂപയുടെ കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സെൽഫായിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന്റെ ഓരോ പാർട്ടും നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാം. അതിനുള്ള ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ അവർ തന്നെ തരും, പാർട്ട് അയച്ചു തരും, ടൂൾസ് കാര്യങ്ങളൊക്കെ അവർ തന്നെ തരും. സോ നമുക്കത് സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. ഹാർഡ്വെയർ ആയിട്ട് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പ്രൈസിൽ നമുക്ക് ഒരുപാട് ഫ്രീ ബീസും അവർ തരുന്നുണ്ട്. ഗെയിമിംഗ് കൺസോളുകൾ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതായത് 6000 രൂപയുടെ ഒരു അഡീഷണൽ കിറ്റ് അവർ ഈ ഒരു ഫോണിന്റെ കൂടെ തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു ഫോണിൽ എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത് ഇതിന്റെ പ്രോസസർ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന് പറയുന്ന കുറച്ച് അത്ര പവർ അല്ലാത്ത ഒരു പ്രോസസറാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 6th ജനറേഷൻ ഏതെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കൂടി ബെറ്റർ ആയിരുന്നേനെന്ന് തോന്നി. അതായത് ഇതിന്റെ ഡിസൈനും ഇതിന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. മീൻസ് കാണാനും അതിന്റെ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പറയാം. അതിനുശേഷം ഒരെണ്ണം പർച്ചേസ് ചെയ്ത് ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യണമെങ്കിൽ മാത്രം. ലാസ്റ്റ് വീക്ക് ബോട്ടിന്റെ സൈഡിൽ നിന്ന് ഒരു ഓപ്പൺ ഇയർ TWS അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാതിൽ കടുക്കനിടുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനിലാണ് ഇത് വരുന്നത്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനിലുള്ള TWS ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായിരിക്കും നമ്മളുടെ ചെവിട്ടിലേക്ക് ആ ഒരു സൗണ്ട് തരിക എന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഇതുവരെ പർച്ചേസ് ചെയ്ത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. 1999 രൂപയ്ക്കാണ് ബോട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഫ്ലിപ്കാർട്ട്, ആമസോണിൽ നിന്നൊക്കെ നമുക്ക് ഇത് വാങ്ങാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്ന സാംസങ് ഗാലക്സി S25 സീരീസിൽ S25 Ultra എന്ന് പറയുന്ന ഫോണിന്റെ ലൈവ് ഹാൻഡ്സ് ഓൺ വീഡിയോ ലീക്ക് ആയിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ആരോ കൊടുത്ത പണിയാണ് എന്നുള്ളത്. എന്തായാലും ഇതിന്റെ ഡിസൈൻ കാണുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും ഈ ഒരു S24 Ultra അല്ലെങ്കിൽ S23 Ultra സീരീസുമായിട്ട് വ്യത്യാസം വരുന്നില്ല. എന്നാൽ അതിന്റെ കോർണറുകൾ ഉണ്ടല്ലോ, അതൊന്നും മൗൾഡ് ചെയ്തിട്ടുണ്ട്.
ബാക്കി ക്യാമറ മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. എനിവേ ജനുവരി മാസത്തിലാണ് ഈ ഒരു ഫോണിന്റെ ഗ്ലോബൽ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. നമ്മൾ ഈ ഒരു സെഗ്മെന്റിന്റെ വ്യൂസ് നോക്കുകയാണെങ്കിൽ ഓരോ വീക്കിലും കുറഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു വീഡിയോക്ക് കമന്റ് അടിച്ച് ലൈക്ക് അടിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം ഈ ഒരു വീഡിയോനെ പൊക്കി കൊണ്ടുവരാനായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വേറെ എന്താ വലിച്ചു നീട്ടുന്നില്ല, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. ഗുഡ് ബൈ.